ഹലോ സ്റ്റുഡൻസ്, 9ാം ക്ലാസ്സിൻ്റെ രണ്ടാം പാദവാർഷിക മൂല്യനിർണ്ണയം, അതായത് സെക്കൻഡ് ടൈം എക്സാമിൻ്റെ അടിസ്ഥാന പാഠാവലിയുടെ മോഡൽ ക്വസ്റ്റ്യനാണ്. അതിൻ്റെ മോഡൽ ക്വസ്റ്റ്യനും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെയും കാണണം. കാരണം നിങ്ങളുടെ സെക്കൻഡ് ടൈം എക്സാമിന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക, ഏത് രീതിക്കാണ് അതിന് ഉത്തരം എഴുതേണ്ടത് എന്ന് കൃത്യമായിട്ട് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെയും കാണുക. അതിനു മുമ്പായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അപ്പോൾ ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങളിൽ 4 എണ്ണത്തിന് ശരിയുത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 4 മാർക്കാണ്, അതായത് ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വീതം. ഈ ഒരു പാർട്ടിൽ 4 മാർക്കാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം, വയ്യെങ്കിൽ ശ്രമിക്കരുത്, എൻ്റെ മകനും ഈ പ്രായക്കാരനാണ്, അതുകൊണ്ട് പറയുകയാണ് ദയ. ദയ എന്ന പാഠഭാഗത്ത് സേനാനായകൻ പറയുന്ന വാക്കുകളാണിത്. ദയയോട് പറയുന്ന വാക്കുകളാണ് ഇത്. സേനാനായകൻ്റെ ഈ വാക്കുകളിൽ തെളിയുന്നത് എന്ത്? ഓപ്ഷൻസ്: മകനോടുള്ള സ്നേഹം, ദയയോടുള്ള സ്നേഹം, രാജാവിനോടുള്ള അപ്രിയം, മത്സരത്തോടുള്ള വിയോജിപ്പ്. ഏതാണ് ഉത്തരം? ദയയോടുള്ള സ്നേഹമാണ്. ഓപ്ഷൻ 3 ദയയോടുള്ള. ഓപ്ഷൻ 2 ദയയോടുള്ള സ്നേഹം. രണ്ടാമത്തെ ചോദ്യം, ഞങ്ങൾക്കിത്തിരി ആഹാരം വാങ്ങിച്ചു തരൂ, ഞങ്ങൾക്കിത്തിരി വെള്ളം മേടിച്ചു തരൂ എന്ന് അലറി വിളിക്കണമെന്നുണ്ടായിരുന്നു. മണൽ കൂനകൾക്കിടയിലൂടെ. നജീബ് അലറി വിളിക്കാതിരുന്നത് എന്തുകൊണ്ടായിരിക്കാം? മണൽ കൂനകൾക്കിടയിലൂടെ എന്ന പാഠഭാഗത്ത് നിന്ന് എടുത്തിട്ടുള്ള നജീബിൻ്റെ വാക്കുകളാണിത്. അപ്പോൾ നജീബ് എന്തുകൊണ്ടായിരിക്കും അലറി വിളിക്കാതിരുന്നത്? ദാഹവും വിശപ്പും ഒക്കെ കൊണ്ട് ആകെ തളർന്നു പോയെങ്കിലും നജീബ് ആ വണ്ടിയിലിരുന്ന് അലറി വിളിച്ചില്ല. അതിൻ്റെ കാരണം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ്: വിശപ്പ് കെട്ടുപോയിരുന്നു, അർബാബ് ഉറങ്ങിപ്പോയിരുന്നു, മരുഭൂമിയിലാണെന്ന തിരിച്ചറിവ്, അർബാബിനോടുള്ള ഭയം. അപ്പോൾ ഉത്തരം ഏതാണ്? അർബാബിനോടുള്ള ഭയമാണ്. അതുകൊണ്ടാണ് നജീബ് അലറി വിളിക്കാതിരുന്നത്. ചോദ്യം 3, ഞാൻ മിന്നൽ പോലെ തിരിഞ്ഞ് അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. അടിവരയിട്ട പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? അടിവരയിട്ടിട്ടുള്ളത് ഏത് വാക്കാണ്? മിന്നൽ പോലെ എന്നതാണ്. ഓപ്ഷൻസ്: അക്ഷമയോടെ, അതിവേഗത്തിൽ, ഭയത്തോടെ, വേദനയോടെ. നമുക്കറിയാം മിന്നൽ പോലെ എന്ന വാക്ക് പ്രയോഗിക്കുന്ന എപ്പോഴാണ്? വേഗത്തിൽ എന്നത് സൂചിപ്പിക്കാനാണ്. അപ്പോൾ ഉത്തരം അതിവേഗത്തിൽ എന്നതാണ്. ചോദ്യം 4, നഗരത്തിൻ്റെ പ്രഭാപൂരം പതിയെ അസ്തമിക്കുകയായിരുന്നു. പ്രഭാപൂരം എന്ന പദത്തിൻ്റെ ശരിയായ വിഗ്രഹരൂപം ഏത്? പ്രഭയും പൂരവും, പ്രഭയാകുന്ന പൂരം, പൂരത്തിൻ്റെ പ്രഭ, പ്രഭയുടെ പൂരം. ഏതാണ് ഉത്തരം? പ്രഭയുടെ പൂരം എന്നതാണ്. പ്രഭയുടെ പൂരമാണ് ഉത്തരം. പ്രഭാപൂരം എന്ന വാക്കിൻ്റെ വിഗ്രഹരൂപം പ്രഭയുടെ പൂരം. 5ാമത്തെ ചോദ്യം, ശരിയായ പദച്ചേരുവ കണ്ടെത്തി എഴുതുക. താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് ശരിയായിട്ടുള്ള പദച്ചേരുവ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കൈ കാണിച്ചു, കൈകൾ കാണിച്ചു, താങ്ങി എടുത്തു, താങ്ങി എടുത്തു, ധീരമെങ്കിലും, ധീര എങ്കിലും, അങ്ങനെ അങ്ങ്, അങ്ങനെ ഇങ്ങ്. ഇപ്പോൾ നോക്കുക, കൈ കാണിച്ചു എന്നതിന് കൈകൾ കാണിച്ചു എന്നതാണ് കൊടുത്തിട്ടുള്ളത്. അത് തെറ്റാണ്. താങ്ങി എടുത്തു, താങ്ങി എടുത്തു, അത് ശരിയാണ് അല്ലേ? ധീരമെങ്കിലും, ധീര എങ്കിലും എന്നാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ധീരം എങ്കിലും എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ അത് തെറ്റാണ്. അങ്ങനെ അങ്ങ്, അങ്ങനെ എങ്ങ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതും തെറ്റാണ്. അപ്പോൾ ഏതാണ് ശരി? താങ്ങി എടുത്തു, താങ്ങി എടുത്തു എന്നുള്ളതാണ് ശരി. ഇനി അടുത്ത പാർട്ടാണ്. 6 മുതൽ 8 വരെ ചോദ്യങ്ങളിൽ 2 എണ്ണത്തിന് 2ഓ 3ഓ വാക്യത്തിൽ ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 2 മാർക്കാണ്. അങ്ങനെ ടോട്ടലി 4 മാർക്കാണ് ഈ ഒരു പാർട്ടിലുള്ളത്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. 2ഓ 3ഓ വാക്യത്തിൽ ഉത്തരം എഴുതണം, വാക്കുകളിലല്ല, വാക്യത്തിൽ. അപ്പോൾ 6ാമത്തെ ചോദ്യം, അമ്മയുടെ ഓർമ്മകളിൽ നമ്മൾ ഇല്ലാതാകുമ്പോഴാണ് നാം മരിക്കുന്നത്. തഥാഗത. ഈ വാക്യത്തിൻ്റെ പൊരുൾ കണ്ടെത്തി എഴുതുക. എന്താണ് പൊരുൾ? അമ്മയുടെ ഓർമ്മകളിൽ നമ്മൾ ഇല്ലാതാകുമ്പോഴാണ് നാം മരിക്കുന്നത് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? എല്ലാ മക്കളും അമ്മയുടെ സ്നേഹവും കരുതലും അനുഭവിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ് അല്ലേ? നമ്മളെല്ലാവരും അമ്മയുടെ സ്നേഹവും കരുതലും ഒക്കെ ആഗ്രഹിക്കുന്നവരാണ്. മക്കളെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇല്ലാതാകുമ്പോൾ മക്കളും ഇല്ലാതാകുന്നു എന്ന യാഥാർത്ഥ്യമാണ് ഈ വരികൾ സൂചിപ്പിക്കുന്നത്. അമ്മയുടെ ഓർമ്മകളിലൂടെയാണ് മക്കൾ ജീവിക്കുന്നത് എന്ന നിരീക്ഷണം ഈ വാക്യത്തിലുണ്ട്.
അപ്പോൾ അങ്ങനെയാണ് ഉത്തരം എഴുതേണ്ടത്. 7ാമത്തെ ചോദ്യം, ആകെ തിരക്കിട്ടകത്തേക്ക് പോകയാണായാസമില്ല ചുമട്ടുകാരി. വംശം. ഉറുമ്പിനെ ആയാസമില്ല ചുമട്ടുകാരി എന്ന് വിശേഷിപ്പിച്ചതിൻ്റെ ഭംഗി വ്യക്തമാക്കുക. ഉറുമ്പ് തൻ്റെ പ്രവൃത്തിയിൽ സന്തോഷം കണ്ടെത്തി നിരന്തരം കർമ്മനിരതയാകുന്നു. പ്രതിസന്ധികളെ നേരിടുമ്പോഴും അധ്വാനത്തെ ആയാസമായി കാണുന്നില്ല. അതുകൊണ്ടാണ് ആയാസമില്ല ചുമട്ടുകാരി എന്ന് ഉറുമ്പിനെ വിശേഷിപ്പിക്കുന്നത്. ഇനി 8ാമത്തെ ചോദ്യം, അർത്ഥവ്യത്യാസം വരാതെ ഒറ്റ വാക്യമാക്കുക. അകത്തെ മുറിയിൽ അമ്മ കിടക്കുകയാണ്, ഒരു നേർരേഖ പോലെ നിശ്ചലയായി. അപ്പോൾ ആ 2 വാക്യങ്ങളെ ഒറ്റ വാക്യമാക്കണം. എങ്ങനെയാണ്? അകത്തെ മുറിയിൽ ഒരു നേർരേഖ പോലെ അമ്മ നിശ്ചലയായി കിടക്കുകയാണ്. ഇങ്ങനെയാണ് ആ 2 വാക്യങ്ങളെ ഒറ്റ വാക്യമാക്കി എഴുതുക. ഇനി അടുത്ത പാർട്ടാണ്. 9 മുതൽ 14 വരെ ചോദ്യങ്ങളിൽ 5 എണ്ണത്തിന് അരപ്പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 5 എണ്ണത്തിന് അരപ്പുറത്തിൽ കവി എഴുത്. അങ്ങനെ 4 മാർക്ക് വീതം 5 എണ്ണത്തിന് 20 മാർക്കാണ് ഈ ഒരു പാർട്ടിലുള്ളത്. 9ാമത്തെ ചോദ്യം, ജീവിതത്തിൻ്റെ എല്ലാ ശബ്ദങ്ങളിൽ നിന്നും പുറത്താക്കപ്പെട്ട അമ്മ. അമ്മയുടെ മനസ്സിൽ നിന്നും എങ്ങനെയോ പുറന്തള്ളപ്പെട്ടുപോയ ഞാൻ. തഥാഗത. 2 കഥാപാത്രങ്ങളുടെയും ജീവിതാവസ്ഥയെ ആവിഷ്കരിക്കുന്നതിന് ഈ വാക്യങ്ങൾ എത്രമാത്രം അനുയോജ്യമാണ്? നിങ്ങളുടെ നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക. അപ്പോൾ നോക്കാം. 2 കഥാപാത്രങ്ങളും ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവരാണ്. അമ്മയുടെ സ്നേഹവും കരുതലും മകൾക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടിരിക്കുന്നു. ഓർമ്മകൾ നഷ്ടപ്പെട്ട അമ്മയുടെ ജീവിതാവസ്ഥ എല്ലാ ശബ്ദങ്ങളിൽ നിന്നും പുറത്താക്കപ്പെട്ട അമ്മ എന്ന വാക്യത്തിലുണ്ട്. അമ്മയുടെ മനസ്സിൽ നിന്ന് പുറന്തള്ളപ്പെട്ടുപോയ ഞാൻ എന്ന പ്രയോഗം മകളുടെ ദുഃഖത്തിൻ്റെയും നിരാശയുടെയും സൂചനയാണ്. ഇനി 10ാമത്തെ ചോദ്യം, ഇക്കോളജിയെക്കാളും സോഷ്യോളജിയെക്കാളും പരുക്കൻ ജീവിത പാഠങ്ങളാണ് ഞാൻ നന്നായി പഠിച്ചതെന്ന് തോന്നുന്നു. സുജാത ദേവി. ജീവിത യാഥാർത്ഥ്യങ്ങൾ അടുത്തറിയുന്നതിന് യാത്രകൾ സഹായകമാകുന്നു എന്ന നിരീക്ഷണം എത്രമാത്രം പ്രസക്തമാണ്? നിങ്ങളുടെ യാത്രാനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുക. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത്, വായിച്ചറിഞ്ഞ പാഠങ്ങളേക്കാൾ നേരിട്ടറിയുന്ന ജീവിതാനുഭവങ്ങളാണ് നമുക്ക് അറിവും കരുത്തും നൽകുന്നത്. ജീവിത യാഥാർത്ഥ്യങ്ങൾ അടുത്തറിയുന്നതിന് യാത്രകൾ സഹായിക്കും. സ്വന്തം യാത്രാനുഭവവുമായി ബന്ധിപ്പിച്ച് വിശകലനം ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ നടത്തിയിട്ടുള്ള ഏതെങ്കിലും ഒരു യാത്രാ അനുഭവത്തിൽ നിന്ന് കുറച്ച് അനുഭവങ്ങൾ ആ അനുഭവങ്ങളെയും കൂടെ കൂട്ടിച്ചേർത്ത് ഈ ചോദ്യത്തിന് ഉത്തരം എഴുതുക. അപ്പോൾ വായിച്ചറിയുന്ന പാഠങ്ങളെക്കാൾ കൂടുതൽ നമുക്ക് ജീവിതാനുഭവങ്ങളാണ് അല്ലെങ്കിൽ യാത്രാ അനുഭവങ്ങളാണ് നമുക്ക് കൂടുതൽ കരുത്തും ശക്തിയും അറിവും ഒക്കെ നൽകുന്നത്. അപ്പോൾ ജീവിത യാഥാർത്ഥ്യങ്ങൾ അടുത്തറിയുന്നതിന് യാത്ര അത്യാവശ്യമാണ്, യാത്ര ഉപകരിക്കും എന്ന രീതിയിൽ നിങ്ങൾ നടത്തിയിട്ടുള്ള ഒരു യാത്രാ അനുഭവമായി കൂട്ടിക്കലർത്തി ഈ ക്വസ്റ്റ്യന് ഉത്തരം എഴുതുക. ഇനി 11ാമത്തെ ചോദ്യം, ദയ രാജകുടുംബത്തിൻ്റെ നേർക്ക് വന്ദിക്കുന്നു. രാജകുമാരിയുടെ കണ്ണുകളിൽ പ്രകാശം. സേനാപതിക്ക് വില്ലും ആവനാഴിയും തിരിച്ചേൽപ്പിക്കുന്നു ദയ. കഥാപാത്രങ്ങളുടെ ഭാവചലനങ്ങൾ സൂക്ഷ്മമായി ആവിഷ്കരിക്കുന്ന രീതിയാണോ തിരക്കഥയിൽ കാണുന്നത്? സൂചനകളും പാഠഭാഗവും വിശകലനം ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം സമർത്ഥിക്കുക. അപ്പോൾ എങ്ങനെയാണ് ഉത്തരം എഴുതേണ്ടത്? തിരശീലയിൽ കാണേണ്ട ദൃശ്യങ്ങളുടെ ഹ്രസ്വവിവരണം തിരക്കഥയുടെ സവിശേഷതയാണ്. കഥാപാത്രങ്ങളുടെ ഭാവചലനങ്ങൾ തിരക്കഥയിൽ സൂചിപ്പിക്കുന്നുണ്ട്. ദയ രാജകുടുംബത്തിൻ്റെ നേർക്ക് വന്ദിക്കുന്നതും സേനാപതിക്ക് വില്ലും ആവനാഴിയും തിരിച്ചേൽപ്പിക്കുന്നതും ചലനത്തിൻ്റെ സൂചനയാണ്. രാജകുമാരിയുടെ കണ്ണുകളിൽ തെളിയുന്ന പ്രകാശം കഥാപാത്രത്തിൻ്റെ ഭാവപ്രകടനമാണ്. അവൾ ചുരമാന്തുന്ന കുതിരയെ നോക്കുന്നു. കുതിര മുൻകാലിൽ ഉയർന്ന് ശ്രദ്ധിക്കുന്നു എന്നിങ്ങനെയുള്ള ധാരാളം ഭാവചലനങ്ങൾ തിരക്കഥയുടെ സവിശേഷതയായി പാഠഭാഗത്ത് കാണാം. ചോദ്യം 12. പേമഴക്കാലത്ത് സ്വാതുമാമീതരി സോദർക്കൊത്താസ്വദിക്കാനല്ലോ. വിജയലക്ഷ്മി. അന്യജീവൻ ഉതകി സ്വജീവിതം ധന്യമാക്കുമമലെ വിവേകികൾ. കുമാരനാശാൻ. 2 സന്ദർഭങ്ങളിലും തെളിയുന്ന ജീവിത ദർശനം താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ എങ്ങനെയാണ് ഇതിന് കുറിപ്പ് തയ്യാറാക്കുക എന്ന് നോക്കാം. മഴക്കാലത്ത് കൂട്ടുകാർക്കായി തേങ്ങാത്തരിയുമായി
പോകുന്ന ഉറുമ്പിനെ സഹജീവി സ്നേഹത്തിൻ്റെ പ്രതീകമായാണ് വിജയലക്ഷ്മി കാണുന്നത്. തനിക്കു വേണ്ടിയല്ലാതെ മറ്റുള്ളവർക്കായി ജീവിതം സമർപ്പിക്കുന്നവരാണ് വിവേകികൾ എന്നതാണ് ആശാന്റെ ദർശനം. മറ്റുള്ളവർക്ക് വേണ്ടി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ എണ്ണം സമകാലിക സമൂഹത്തിൽ കുറഞ്ഞു വരുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുകയും അധ്വാനിക്കുകയും ചെയ്യുക എന്ന സന്ദേശമാണ് രണ്ട് എഴുത്തുകാരും പങ്കുവയ്ക്കുന്നത്. ചോദ്യം 13. രാവുപകൽ സന്ധ്യയിൽ ലുഷസില്ലാതെ വേലയെടുത്തേ മരിച്ചു പോകും പാവമേ നിന്നെ തുടച്ചു നീക്കുന്നതും പാപമെന്നോർത്തേ മടിച്ചു നിൽപ്പൂ. വംശം. അധ്വാനിക്കുന്നവരെക്കുറിച്ചുള്ള കവിയുടെ കാഴ്ചപ്പാട് സമകാലിക സമൂഹത്തിന് നൽകുന്ന സന്ദേശങ്ങൾ എന്തെല്ലാം? വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. നിരന്തരം അധ്വാനിച്ച് എവിടെയും അടയാളപ്പെടുത്താതെ പോകുന്ന ഒരു വർഗം എക്കാലത്തും സമൂഹത്തിലുണ്ട്. അധ്വാനവർഗത്തെ അടിച്ചമർത്തുന്ന മനോഭാവവും സമൂഹത്തിൽ പ്രകടമാണ്. അധ്വാനിക്കുന്നവരോടുള്ള സ്നേഹവും കരുതലുമാണ് കവി പങ്കുവയ്ക്കുന്നത്. അധ്വാനവർഗത്തിന് അർഹമായ സ്ഥാനവും പരിഗണനയും നൽകണം. അധ്വാനമാണ് സാമൂഹ്യ പുരോഗതിക്ക് അടിസ്ഥാനം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് വേണം കുറിപ്പ് തയ്യാറാക്കേണ്ടത്. ചോദ്യം 14. അന്നേരം മുതൽ എന്തെന്നറിയാത്ത ഭീതി ഒരു മണിയനീച്ചയെപ്പോലെ എൻ്റെ മനസ്സിനെ വലം വെച്ച് തുടങ്ങി മണൽ കൂനകൾക്കിടയിലൂടെ. നജീബിൻ്റെ മാനസികാവസ്ഥ ആവിഷ്കരിക്കാൻ ഈ വാക്യം എത്രമാത്രം പര്യാപ്തമാണ്? വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ കുറിപ്പ് തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. സ്വപ്നങ്ങൾക്ക് വിപരീതമായി ഭയവും നിരാശയും നജീബിനെ വേട്ടയാടുന്നു. അർബാബിൻ്റെ പ്രകൃതവും പെരുമാറ്റവും മരുഭൂമിയിലൂടെയുള്ള യാത്രയും അയാളെ ഭയപ്പെടുത്തുന്നു. മണിയനീച്ച വലം വയ്ക്കുന്നത് പോലെ എന്ന പ്രയോഗം വിട്ടുമാറാതെ പിന്തുടരുന്ന ഭീതി ആവിഷ്കരിക്കുന്നതിന് അനുയോജ്യമാണ്. നജീബിൻ്റെ മാനസികാവസ്ഥ ഈ പ്രയോഗത്തിൽ പ്രതിഫലിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ചേർത്ത് വേണം ഈ ഒരു കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഇനി അടുത്ത പാർട്ട് 15 മുതൽ 17 വരെ ചോദ്യങ്ങളിൽ 2 എണ്ണത്തിന് ഒരു പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 6 മാർക്കാണ്. 6 മാർക്ക് വീതം 2 ചോദ്യങ്ങൾക്ക് 12 മാർക്കാണ് ഈ ഒരു പാർട്ടിലുള്ളത്. 15ാമത്തെ ചോദ്യം. അരുത്, നീ തോൽക്കുന്നില്ല, എന്നോടുള്ള ദയ കാണിക്കുന്നു എന്ന് മാത്രം. എന്നോട് ദയ കാണിക്കുന്നു എന്ന് മാത്രം. വെറുതെ പറഞ്ഞതല്ല, മാറ്റങ്ങളെല്ലാം മായയാണെന്ന് അദ്ദേഹം പറഞ്ഞു. മഹാനായ ഗ്രീക്ക് ചിന്തകൻ. ദയ എന്ന കഥാപാത്രത്തിൻ്റെ എന്തെല്ലാം സവിശേഷതകളാണ് ഈ സംഭാഷണത്തിൽ തെളിയുന്നത്? പാഠഭാഗത്തെ മറ്റ് സന്ദർഭങ്ങൾ കൂടി പരിഗണിച്ച് കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. അപ്പോൾ ദയ എന്ന കഥാപാത്രത്തിൻ്റെ നിരൂപണം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് നോക്കാം. മൃഗങ്ങളുടെ മനസ്സ് പോലും കീഴടക്കാനും സ്വാധീനിക്കാനുമുള്ള ചാതുര്യം കുതിരയോടുള്ള ദയയുടെ വാക്കുകളിൽ കാണാം. ഗ്രീക്ക് ചിന്തകനായ പാർമനദീസിൻ്റെ വാക്കുകൾ പങ്കുവയ്ക്കുന്ന ദയ സർവമേഖലയിലും അറിവുള്ളവളാണ് എന്ന് തെളിയിക്കുന്നു. ദൃഢനിശ്ചയവും ആയുർവിദ്യയിൽ അസാമാന്യമായ കഴിവും ദയയുടെ സവിശേഷതയാണ്. പ്രതിസന്ധികളെ ധൈര്യപൂർവ്വം നേരിടുകയും ലക്ഷ്യത്തിനായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന കഥാപാത്രമാണ് ദയ. മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള വിവേകവും ദയയിൽ കാണാം. ചതുരംഗക്കളിയിൽ മനഃപൂർവ്വം തോറ്റുകൊടുത്ത് യുദ്ധത്തിലെ തോൽവി അങ്ങ് മറക്കും, കളിയിലെ തോൽവി കയ്പായി മനസ്സിൽ നിൽക്കും എന്ന് പറഞ്ഞ് രാജാവിനെ സ്വാധീനിക്കുന്ന ദയയുടെ വാക്കുകൾ ഒരു ഉദാഹരണമാണ്. അപ്പോൾ ഇത്രയും ചേർത്ത് വേണം ദയയുടെ കഥാപാത്ര നിരൂപണം തയ്യാറാക്കാൻ. ഇനി ചോദ്യം 16. ഓർമ്മകൾ നഷ്ടപ്പെട്ടു പോയ അമ്മയുടെയും അമ്മയുടെ ഓർമ്മകൾ തിരികെ പിടിക്കാൻ ശ്രമിക്കുന്ന മകളുടെയും ജീവിതാവസ്ഥകൾ ആവിഷ്കരിക്കുന്ന കഥയാണ് തഥാഗത. പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ കഥാനിരൂപണം തയ്യാറാക്കുക. അപ്പോൾ എങ്ങനെയാണ് കഥാനിരൂപണം തയ്യാറാക്കുക എന്ന് നോക്കാം. അതിലെന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടതെന്ന് നോക്കാം. ഓർമ്മകൾ നഷ്ടമായ അമ്മയുടെ ജീവിതവും ഓർമ്മകളിൽ ജീവിക്കുന്ന മകളുടെ ലോകവും പ്രമേയമായ കഥയാണ് തഥാഗത. മകളെയും ജീവിതത്തിൻ്റെ വ്യത്യസ്ത ഭാവങ്ങളെയും മറന്നുപോയ അമ്മയുടെയും അമ്മയെ പരിചരിക്കുന്ന മകളുടെയും വൈകാരികമായ അവസ്ഥയെ സൂക്ഷ്മമായി വിശകലനം ചെയ്യുന്നു. മകളുടെ ചിന്തയിലൂടെയും വാക്കുകളിലൂടെയും വളരുന്ന മനുഷ്യ ജീവിതാവസ്ഥയുടെ ഹൃദയസ്പർശിയായ ആഖ്യാനമാണ് കഥ. ഒറ്റപ്പെട്ടവരുടെയും രോഗബാധിതരുടെയും ജീവിതത്തിൽ പ്രകാശം പരത്തണം എന്ന തിരിച്ചറിവ് നൽകുന്ന കഥയാണ് തഥാഗത. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൂട്ടിയാണ് ഈ ഒരു
കഥാനിരൂപണം തയ്യാറാക്കേണ്ടത്. നിങ്ങളുടേതായിട്ടുള്ള ആശയം കൂടി ചേർത്ത് നിങ്ങൾക്ക് കഥാനിരൂപണം തയ്യാറാക്കാം. ഇനി 17ാമത്തെ ചോദ്യമാണ്, ദാരുവിൽ നിന്നെ പകർത്തേണമെന്നെൻ്റെ വേരു ദാഹിച്ചതാ നോക്കി നിൽപ്പൂ. ഉറുമ്പിൽ നിന്ന് പോലും വലിയ ജീവിത പാഠങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാനുണ്ട്. വംശം എന്ന കവിതയിലെ ആശയം കൂടി പരിഗണിച്ച് പ്രകൃതി നൽകുന്ന ജീവിത പാഠങ്ങൾ എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കുക. പ്രഭാഷണം നമുക്കറിയാം, നമ്മൾ വിളിച്ചു വരുത്തിയിട്ടുള്ള, നമ്മൾ ക്ഷണിച്ചിട്ടുള്ള ഒരു വേദിക്ക് മുൻപിൽ നമ്മൾ നമ്മുടെ വാക്കുകൾ പറയുന്നതാണ് പ്രഭാഷണം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഷയും അത്രത്തോളം ആധികാരികമായ ഭാഷയൊക്കെ ആയിരിക്കണം. വാക്കുകളും അതുപോലെ വേണം നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ എങ്ങനെയാണ് പ്രഭാഷണം തയ്യാറാക്കുക എന്ന് നോക്കാം. അതിലെന്തൊക്കെ കാര്യങ്ങളാണ് ഉൾക്കൊള്ളിക്കേണ്ടത്. ഉറുമ്പിൻ്റെ അധ്വാനവും മനോഭാവവും മനുഷ്യ സമൂഹത്തിന് മാതൃകയാണ്. പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നേറുമ്പോഴാണ് ജീവിത വിജയം ഉണ്ടാവുക എന്ന സന്ദേശം ഉറുമ്പ് കാണിച്ചു തരുന്നു. സോദരർക്കു വേണ്ടി തേങ്ങാത്തരി തലയിലേറ്റി പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നേറുന്ന ഉറുമ്പിൻ്റെ പ്രവൃത്തി പ്രകൃതി നൽകുന്ന മഹത്തായ ജീവിത പാഠമാണ്. സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ധാരാളം മാതൃകകൾ പ്രകൃതിയിൽ കാണാം. സ്വന്തം നിരീക്ഷണമനുസരിച്ച് ഉദാഹരണങ്ങൾ കണ്ടെത്തി ഇതിൽ അവതരിപ്പിക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇത്രയും ആശയങ്ങളാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതേണ്ടത്. ഇത് നിങ്ങളുടെയും കൂടി നിരീക്ഷണം ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു പാഠഭാഗം വായിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെയും കൂടി നിരീക്ഷണങ്ങൾ ഉൾപ്പെടുത്തി വേണം ഈ ഒരു വംശം എന്ന കവിതയുടെ ആശയം ഉൾപ്പെടുത്തി നിങ്ങളുടെ നിരീക്ഷണവും കൂടി ഉൾപ്പെടുത്തി വേണം ഈ ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതും കാണുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും പാഠഭാഗത്തിൻ്റെ ആശയമോ മറ്റു കാര്യങ്ങളോ ആസ്വാദനമോ മറ്റും വേണമെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.